ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങാൻ പോണെ. അൽഹംദുലില്ലാ, എല്ലാത്തിനും പഠിച്ചവനാണ് നന്ദി. എന്താ പറയാൻ വെച്ചാല്, ഇത് കണ്ട ചക്കക്കൂട്ടാനാണേ. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്റെ അയൽവാസി തന്ന ചക്കക്കൂട്ടാനാണ്. ഇതൊന്നല്ല എന്റെ അയൽവാസികള് തരല്. എന്തുണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും തരൂട്ടോ. അത്രയും നല്ല സ്നേഹമുള്ള അയൽവാസികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് ഞാൻ എവിടെ പോയാലും എനിക്ക് അങ്ങനത്തെ അയൽവാസികളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളെങ്ങനെയാണോ അങ്ങോട്ട് സ്നേഹിക്കണത്, അതേപോലെ നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്ന അയൽവാസികളാണ്. അങ്ങനെ പറഞ്ഞാല് ഈ ചാനല് തന്നെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. അവർക്കിന്റെ വിശേഷം അറിയണം എന്നുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഈ വർഷം എനിക്ക് ചക്കയും മാങ്ങയൊക്കെ എന്റെ വീട്ടിലെത്തിയപ്പോ എനിക്ക് കിട്ടി. എന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോ ചക്കയും മാങ്ങയൊക്കെ കിട്ടി. അതെന്താ വെച്ചാൽ എന്റെ കൂടെ ചക്കയും മാങ്ങ ഉണ്ടായിട്ടില്ല, മാങ്ങ ഉണ്ട്. എന്റെ ഈ അയൽവാസികൾ എനിക്ക് എന്ത് കിട്ടിയാലും കൊടുന്നു തരും. അതുകൊണ്ട് എന്തേ, ചക്കക്ക് ചക്കയും മാങ്ങക്ക് മാങ്ങയും തിന്നാന് ഇഷ്ടം പോലെ തിന്നാന് കഴിഞ്ഞു. അതിന് അൽഹംദുലില്ലാ. ഇതും കിട്ടാത്തവരും ഈ പ്രവാസികളൊക്കെ അവസ്ഥ, അവർക്കൊക്കെ ചക്ക കൂട്ടാനൊന്ന് കിട്ടിയാൽ മതി. പ്രത്യേകിച്ച് എന്റെ ഉപ്പ പറയും, ഞാൻ വരുമ്പോത്തിന് ചക്ക ഉണ്ടാവുമോന്ന് ചോദിച്ചിട്ട് ഇതാവുണ്ട്. ചക്ക ഉണ്ട്, ഇപ്പൊ വരുമ്പോത്തിന് കിട്ടുമെന്നുള്ളത് അറിയില്ല. അപ്പോ എന്റെ അയൽവാസികൾ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അയൽവാസികളൊന്നല്ല, എനിക്ക് കിട്ടിയതെല്ലാം നല്ലത് തന്നെയാണ്. ഇനി അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് നല്ലതാക്കാനും ഉണ്ടാക്കാനും അതും നമ്മൾ സ്നേഹം കൊണ്ട് വേണോടത്തോളം ശ്രമിക്കും. ഞാൻ എന്താന്നുള്ളത് അവർക്ക് മനസ്സിലാവായിട്ടായിരിക്കും. അതാവുമ്പോ അവരും ശരിയായിക്കോളും. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താന്ന് വെച്ചാല്, എന്റെ കുറെ ഫ്രണ്ട്സുകളുണ്ട്, കുറച്ച് ലോങ് ആണ് അവരൊക്കെ. അപ്പൊ അവരൊന്ന് എന്നെ വിളിച്ചിട്ട് എന്താ എന്റെ വിശേഷം, സുഖല്ലേ, എന്തൊക്കെയാന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് എന്നും ചിലപ്പം വിളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അവരാണ് കണ്ടോളും. ഇതൊക്കെയാണ് എന്റെ വിശേഷം. ഒരു ജോലിക്കൊന്നും ഇപ്പൊ ഞാൻ പോണില്ല, കുറച്ച് കഴിയട്ടെ. അപ്പൊ ജോലിക്ക് പോകുമ്പോ നമുക്കിതൊന്നും ഒന്നും പറ്റൂല. വീട്ടില് ഇപ്പൊ വെറുതെ ഇരിക്കാണ്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അന്നതെടുത്ത് നേരം പോവാന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ വീട്ടിലുള്ളതിന് എന്റെ ഫ്രണ്ട്സുകൾക്ക് വിവരങ്ങൾ എത്തിക്കുക, കാണുന്നവര് കാണുക, ഇഷ്ടമുള്ളവര് കാണുന്നവര് കണ്ടാൽ മതി, നിർബന്ധമില്ല. എന്നെ സ്നേഹിക്കുന്നവര് കാണുമെന്ന് എനിക്കറിയാം. ഇതില് ഇല്ലവര് എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. അപ്പൊ അവരൊക്കെ കാണട്ടെ. കാണുന്ന ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ വിശേഷങ്ങൾ ഇനി മുതൽ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ ഇനി ചക്ക കൂട്ടാൻ നമുക്ക് കിട്ടിക്കണം. ഞാൻ പൈക്ക് എന്തെങ്കിലും അങ്ങനെ തിന്നാനും ഇഷ്ടമാണ്. ഞയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്കൊരു പുതിയാപ്പിള വന്നിട്ടില്ല, മാപ്പിള വന്നിട്ട് വേണം ഇതിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണല്ലോ. ഇപ്പൊ മൂപ്പര് എത്തിയാലുള്ള നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ മൂപ്പര് ബീഫാണോ ഇന്ന് കുട്ടികളുള്ള ദിവസമാണ്, സൺഡേ അല്ലേ. അപ്പൊ അവര് ഉള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഇറച്ചി എന്തെങ്കിലുമൊക്കെ ആക്കാറ്. എന്റെ മാപ്പിളക്ക് ബീഫ് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അവര് എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാണ് പോകും. അപ്പൊ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പൊടി പിടിക്കണം. അപ്പൊ സാരല്ല, നിങ്ങൾക്കൊക്കെ കിട്ടും. ഇനി എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയിച്ച ചക്ക കിട്ടിയാല്. ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ കമന്റിൽ പറഞ്ഞോളി. ഞാൻ എല്ലാവർക്കും ഓരോ ചക്ക കിട്ടുമ്പോ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് വിളിക്കങ്ങളെല്ലാരും. ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടാക്കി എനിക്ക് ഇഷ്ടാവില്ല, എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി നല്ല ഇഷ്ടം കേട്ടോ. ഇവിടെ അങ്ങനെയാണേ, ആരെങ്കിലും ഉണ്ടാക്കിയത് കൊടുക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പൊ എന്തിട്ടാലും നമുക്ക് നല്ല രുചിയായിട്ട് തോന്നും. മക്കൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മള് വീട്ടിലുണ്ടാക്കുന്നത് നമ്മളെ മക്കൾക്ക് പറ്റൂല. എന്നാ പുറത്തുനിന്നാണെങ്കിലോ ചക്ക കൂട്ടാൻ തിന്നാത്ത ആൾക്കാരായാലും അവിടെ പോയി തിന്നും, എന്നിട്ട് നല്ല രസമാണെന്നൊക്കെ പറയും. പണ്ട് ചെറുപ്പത്തില് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചോറും കഞ്ഞിയും തിന്നൂല. എന്റെ അടുത്തുള്ള വീട്ടില് എനിക്കൊരു ചേച്ചി ഉണ്ട്.
ആ ചേച്ചിയമ്മന്റെ വീട്ടിൽ പോയാല് ചെറുപ്പത്തിൽ കട്ടൻ ചായ ആണെങ്കിലും അതിന്റെ ഒരു ടേസ്റ്റ് എന്താണ്. ഇപ്പോഴും ഞങ്ങള് പോകും, അവിടെ ഒന്ന് പോയിരിക്കും, എന്തെങ്കിലും കിട്ടിയതൊക്കെ തിന്നും. വേണ്ടെന്ന് അറിയില്ല, അതാ ഒരു പണ്ടത്തെ ഒരു രസം. ഞാൻ തീറ്റത്തിന്റെ ഒരാളായിട്ടല്ല, ഭയങ്കര ഫുഡ് ചെയ്യുന്നല്ല, പക്ഷെ അതൊരു രസമുണ്ട്. എന്താന്നറിയില്ല, അതൊരു രസം. അങ്ങനെ ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും, ഇഷ്ടമുള്ളവരും ഉണ്ടാവും. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് അന്ന് എങ്ങനെയാണ് അതേപോലെയൊക്കെ എന്നും. ഞാൻ എന്താന്നുള്ളത് ഇന്നെ സ്നേഹിക്കണവർക്ക് നല്ലോണം അറിയാം. അപ്പൊ എങ്ങനെയാണ്, നമ്മള് വീട്ടില് ചായയും കട്ടൻ ചായയും ഒന്നും ഇല്ലായിട്ടല്ലല്ലോ. അപ്പൊ ഞാൻ നാളെ ബീഫ് ഉണ്ടാക്കണേ, ഈ ചക്കക്കൂട്ടാനൊക്കെ ഒരു ബീഫ് ഉണ്ടാക്കാനുള്ളു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കുന്ന വീഡിയോ നാളെ വിട്ടുതരാം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇത്രേ ഉള്ളൂ. പിന്നെ എന്റെ കൂട്ടുകാരികളോട് പറഞ്ഞാന്, ഞാന് എന്റെ വിശേഷങ്ങളൊക്കെ ഇതിങ്ങനെ ഞാൻ എത്തിക്കും. എല്ലാവരും കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം എല്ലാരും കാണാം. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സുകൾ പറഞ്ഞാല് അതും അൽഹംദുലില്ലാ എന്ന് പറയണം. നല്ല കൂട്ടുകാരികളെ കിട്ടിക്കണ. അയൽവാസികളെ പോലെ തന്നെയാണ് എന്റെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഒരു സമയത്ത് നമ്മള് ഒപ്പം ഉണ്ടായിരുന്നതാണ്. അതൊന്നും മറക്കാൻ പറ്റൂല. നമുക്കൊരു ഒറ്റപ്പെട്ടു എന്ന് തോന്നാത്തൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തതൊക്കെ അവരാണ്. ഒറ്റപ്പെട്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കൈ പിടിച്ചുയർത്തി എന്ന് പറയണ പോലെയാണ്. എനിക്ക് എന്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അവർക്കെല്ലാം അറിയാം. അപ്പോ കൊറേ നമുക്കതൊരു മോട്ടിവേഷൻ തന്നിട്ടും, ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവണം, എന്താവണം എന്നൊക്കെ എനിക്ക് പറഞ്ഞുതരും. ഇപ്പോഴും എന്റെ വിശേഷം ചോദിച്ചു വിളിക്കും. അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കും വിളിക്കും. അങ്ങനെയാണ്. അതിപ്പോ ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് അവരിൽ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉള്ള പോലെ. അപ്പൊ അതുപോലെയാണ് എന്റെ ഫ്രണ്ട്സുകൾ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പഠിച്ച എന്റെ സ്ഥാപനത്തിൽ എല്ലാവരും എനിക്കിഷ്ടം. പക്ഷെ അതിൽ കൂടുതൽ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായ അവരാണ്. അവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ ഒരു സമയത്ത് ഹെൽപ്പാക്കിയിട്ടുണ്ട്. ഞാനെന്നെ തളർന്നു എന്ന് പറഞ്ഞാൽ അവര് വിഷമിച്ചു. അവരെന്നെ അതിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുമുണ്ട്. ഞങ്ങള് ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഒപ്പം പോവുള്ളൂ. അവരില് ഒരാള് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവരെ ഫാമിലി അവളുടെ ഹസ്ബൻഡ് ആയാലും ഒക്കെ അവർക്ക് സപ്പോർട്ടാണ്. എൻ്റെ അടുത്ത് വരുന്നോ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ നല്ല ഭർത്താക്കന്മാരാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് വരാന്ന്. എനിക്കൊക്കെ തന്ന സൽക്കാരത്തിന്റെ അത്രയും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് കഴിയുന്ന പോലെ അവരെ ഞാൻ സൽക്കരിക്കണം. അതിന് കഴിയട്ടെ. അപ്പോ അങ്ങനെയൊക്കെയല്ലേ വിശേഷം. ഇതേപോലെ ദൂരെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. +2 പഠിക്കുന്ന സമയത്ത് ഒക്കെ ദൂരെ പറഞ്ഞാല് ലക്ഷദ്വീപിൽ വരെയുള്ള ഫ്രണ്ട്സുകളുണ്ട്. അവരൊന്നും കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയിട്ടില്ല. എവിടെയാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്നെങ്കിലും എന്റെ വീഡിയോ ഒക്കെ ഒന്നെങ്കിലും അവര് കാണുകയാണെങ്കിൽ എന്നെ ബന്ധപ്പെടണം. എറണാകുളത്തുണ്ട്. അതേപോലെ സോഫിയ ഷാജഹാൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, മറക്കൂല അവളൊന്നും. അങ്ങനെ കുറേ ഉണ്ട് ഫ്രണ്ട്സുകൾ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ എവിടെ ചെല്ലണം അവിടെ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. നമുക്ക് നല്ലത് കിട്ടിയാൽ നമ്മൾ നല്ലതിന്റെ ഒപ്പേ പോകും. ചീത്തത് ചന്ദനം മണക്കും, ചാണകം ചാണകം മണക്കും. ഞാൻ ചന്ദന ചാരിയത്, അതുകൊണ്ട് എന്തായി, ഞാനേലും പോയില്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ പറയണം. അൽഹംദുലില്ലാ. പറഞ്ഞാലും തീരൂല. അപ്പൊ ഇതിന്റെ വീഡിയോയിലല്ല കാര്യം, നിന്റെ വാചകത്തിലാണ് കാര്യം. നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടോളൂ, അതിന്റെ ഒപ്പം എന്റെ വോയിസും കേട്ടോളൂ. നല്ല മഴയാണ്. ഈ വോയിസിന്റെ ഇടയ്ക്ക് ഓരോ ഒച്ചമുളിയൊക്കെ ഉണ്ട്. കുട്ടികളിലെ ദിവസം കൂടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് വോയിസ് ഇടാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ചക്കക്കൂട്ടാൻ കൊണ്ട് കൊതി തീർന്നൊരു വയല് വെള്ളം ഓടിക്കണ്ട. ഇൻഷാ അല്ലാഹ് ചക്ക കിട്ടുമ്പോ ഞാൻ പറയാട്ടോ. ഞാൻ എന്റെ അയൽവാസികളോടും പറയണ്ട്. ചക്കൊക്കെ ഇപ്പോഴും ഉണ്ട്,
എന്താ എത്തുന്നില്ല, അത്രയും ലോങ് ഉയരത്തിലാണ് അതൊക്കെ കിടക്കണത്. അപ്പൊ എന്താ വലിയ തോട്ടിയും കാര്യമൊക്കെ കൊണ്ടുപോയാലും ചിലപ്പോ ഈ മഴയല്ലേ, ചീഞ്ഞ മഴയും, പുറത്തിറങ്ങാനും പറ്റണില്ല. നിങ്ങൾ വരുമ്പോ ഉണ്ടാവോന്ന് അറിയില്ല. ഉണ്ടാവാതിരിക്കാം, സാരല്ല. ഇൻഷാ അല്ലാഹ് ചക്കൊക്കെ കിട്ടട്ടെ. ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചക്ക ആയാലും മാങ്ങ ആയാലും എല്ലാം കിട്ടട്ടെ. പിന്നെ പിന്നെന്താ പറയാ, എന്തൊക്കെയാ വിശേഷം? അപ്പൊ എന്റെ വീഡിയോന്റെ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. ഇതൊരു തുടക്കാണ്, ഇനി ഇതിലും നന്നാക്കി എടുക്കാനും പറയാനും കഴിയട്ടെന്ന് നമ്മള് പ്രാർത്ഥിക്കോണ്ടേ. പിന്നെ പറഞ്ഞാല് അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നല്ലല്ലോ, വീട്ടിലൊരു ചെറിയ സന്തോഷങ്ങളല്ലേ ഇപ്പൊ നമുക്കറിയാൻ പറയാൻ പറ്റുള്ളൂ. പുറത്തു പോയി ഒരു വീഡിയോ എടുക്കണത് ഇപ്പൊ പറ്റുന്നില്ല കാര്യമല്ല. നല്ല മഴയും കുട്ടികളും ഒക്കെ ഉള്ള സമയമാണ്, നമുക്ക് പുറത്തുപോയി എടുക്കാൻ പറ്റൂല. പിന്നെ ഞാൻ ഇപ്പൊ ജോലിക്ക് പോകണുണ്ടോ അല്ലേ എന്നുള്ളത് എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ കുറെ പേർക്ക് ഉണ്ടാവും ഒരു സംശയം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അവരോട് പറയണേ, ഇപ്പൊ ഞാൻ ജോലിക്ക് പോണില്ല, പോണം ഇൻഷാ അല്ലാഹ്. മക്കള് ചെറിയ മക്കളാണ്, വീട്ടില് ഞാനും മക്കളും ഹസ്ബൻഡും ഉള്ളൂ. അപ്പൊ പുറത്തു പോയി ജോലി ചെയ്യാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല്, മക്കള് പോണത് 10 മണിക്കാണ്. അപ്പോ നമ്മള് എത്ര നോക്കിയാലും നോക്കാതെ നിന്നാലും ഒക്കെ എന്തായാലും പറയണ്ടോര് പറയും. എന്നാലും നമ്മൾ നോക്കിയില്ലാന്ന് മക്കളെ പറയരുതല്ലോ. അവര് പോണ സമയം 10 മണി ആയതുകൊണ്ട് എനിക്ക് ആ സമയം, ഇതിന്റെ ശേഷം എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ആരെങ്കിലും എനിക്ക് ജോലി തരുമോ? പിന്നെ 4 മണി ആവുമ്പോത്തിന് മോള് വരും, 4:30 ആകുമ്പത്തിന് മോന് വരും. അവരുടേതായുള്ള കാര്യങ്ങൾക്ക് ആയിട്ടില്ല, എന്തെങ്കിലും എടുത്ത് കഴിക്കാനോ അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ട് പോവാനോ ഒന്നും പറ്റണില്ല. ഇപ്പൊ കുറച്ചും കൂടിയും കഴിയട്ടെ. ഇതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തപ്പോ ഉമ്മ ഉണ്ടായിരുന്നു അടുത്ത്. ഇപ്പൊ ഉമ്മാന്റെ വീട്ടിലാണ്. ഉമ്മാന്റെ വീട്ടിലും എന്റെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ പോകണം, ഒറ്റക്കല്ലേ. ഞങ്ങള് മക്കളൊക്കെ കെട്ടിച്ചു കൊടുത്താവും ഉമ്മ പിന്നെ ഒറ്റക്കായി. അപ്പൊ ഉപ്പാന്റെ അടുത്ത് പോവും, അവിടെ പോവും, ഇവിടെ പോവും, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉമ്മ അങ്ങനെ പോകണം. പക്ഷെ എന്റെ അടുത്ത് നിക്കൂല. ഇപ്പൊ ഇവിടക്ക് വരും, പോകും, നിക്കും, പോവും, അങ്ങനെ അല്ലാതെ സ്ഥിരമായിട്ട് നിക്കൂല. അതുകൊണ്ട് എനിക്കിപ്പോ ബുദ്ധിമുട്ടാണ്, ചെറിയ മക്കളിട്ട് പോവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഹസ്ബൻഡ് ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് പറയണ കേക്കണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത്. ഇൻഷാ അല്ലാഹ് പോകണം എന്നുണ്ട്. കുറച്ചും കൂടി അത് കഴിയട്ടെ. ഈ മക്കള് ഒന്ന് എന്താ പറയാ, രണ്ടുപേരും അവരുടേതായ കാര്യങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകണേനൊരു കുഴപ്പമില്ല. അവരുടെ ഡ്രസ്സായാലും അവര് സ്വയം മാറ്റാനും എടുത്ത് കഴിക്കാനും ഒന്നും ആയിട്ടില്ലല്ലോ. ചെറിയ മക്കളാണ്, ഒരാള് 3-ലും ഒരാള് LKG-യിലുമാണ്. അപ്പോ ഇപ്പൊ എന്തായാലും അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് വീട്ടിലുള്ള പണി തന്നെ ഉണ്ട്, നമുക്ക് ധാരാളം. എടുക്കാൻ നിന്നാല് വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ പണി. അപ്പൊ വീട്ടിൽ വെറുതെ തിന്ന് കുത്തിരിക്കല്ല, വീട്ടിൽ ഇതേപോലെ പണിയെടുക്കും, കുക്ക് ചെയ്യും, അത് നിങ്ങൾക്ക് എത്തിക്കും. പിന്നെ മക്കളെ കാര്യം നമ്മളെ കാര്യം ഒക്കെ നോക്കി ഇങ്ങനെ പോണുണ്ട്. ഒറ്റക്കാണ് സുഖമല്ലേന്നില്ല പറയണവർക്ക്, ഒറ്റക്കായാലും അതിൻ്റെതായ പണിയുണ്ട്. എടുക്കാൻ തന്നാ പണിയേ ഉള്ളൂ. ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ എടുക്കണ്ടേ. വീടായാലും പരിസരമായാലും ചുറ്റും നമ്മൾ തന്നെ നേരാക്കണം. ചില ദിവസം നമുക്ക് കഴിയാതിരിക്കാന്നൊക്കെ പറയാം. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഇന്നിപ്പോ എനിക്ക് ഫുള്ള് തലവേദന, എന്താന്നറിയില്ല. അത് ചില ദിവസം അങ്ങനെയാണ്. അങ്ങനൊക്കെ ഒരു ദിവസം വരുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഇങ്ങനെയൊക്കെ പോവും. കഴിയണമാരെടുക്കും, എടുക്കാൻ കഴിയാത്തവിടെ ഇടും, പിന്നെ എടുക്കും, ഇങ്ങനൊക്കെ. അൽഹംദുലില്ലാഹ് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കണു. എല്ലാരും എന്റെ വീഡിയോ കാണണം. ഓക്കെ, അപ്പൊ ശരിയല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് ഇനി വരുന്ന വീഡിയോയിൽ ഇങ്ങനെ പറയാം.